പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ രണ്ടാമത്തെ മത്സരം സമനിലയിലായിരുന്നു കലാശിച്ചത്. ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ മത്സരത്തിൽ പുറത്തെടുത്തിരുന്നു. നിലവിലിപ്പോൾ ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഫ്രെഡി മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പ്ലെയർ ഓഫ് ദി മാച്ചും ഫ്രെഡി തന്നെയായിരുന്നു. മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഫ്രെഡി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ 100% ഫുൾ എഫേർട്ട് ഇട്ട് കളിക്കുമെന്നാണ് ഫ്രെഡി പറയുന്നത്. മാത്രമല്ല ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ല. അടുത്ത മത്സരം വരുന്ന ഓഗസ്റ്റ് 10 CISFനെതിരെയാണ്. രാത്രി 7 മണിക്കായിരിക്കും മത്സരം ആരംഭിക്കുക. വിപിൻ പോലത്തെ മിഡ്ഫീൽഡിലെ പ്രധാന താരങ്ങളെല്ലാം വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൂടുതൽ ശക്തമാകും. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡും ഡിഫൻസും എല്ലാം വീക്കായ പോലെയാണ് തോന്നിയത്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില പ്രധാന താരങ്ങളൊന്നും കഴിഞ്ഞ 2 മത്സരത്തിലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. കമന്റ് ബോക്സിലൊക്കെ ചിലർ ചോദിച്ചൊരു കാര്യമായിരുന്നു രാഹുൽ KP, അലക്സാണ്ടർ കൊയ്ഫ് എന്നീ താരങ്ങളൊന്നും എന്തുകൊണ്ടാണ് കളിക്കാത്തത് എന്നുള്ളത്. നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് അലക്സാണ്ടർ കൊയ്ഫ് ഈ ഒരു ആഴ്ചയിലായിരിക്കും ടീമിൽ ജോയിൻ ചെയ്യുക. എന്നാൽ രാഹുൽ KP കളിക്കാത്തതിന് കാരണം താരത്തിന് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു. തന്റെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമേ രാഹുൽ KP അടുത്ത മത്സരത്തിൽ കളിക്കുകയുള്ളൂ. ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ താരത്തിന്റെ പരിക്കെല്ലാം മാറുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിക്കെല്ലാം വേഗത്തിൽ മാറുകയാണെങ്കിൽ രാഹുൽ KP ഒരുപക്ഷെ അടുത്ത മാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള പ്രബീർ ദാസ് ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് വൈകിയിരുന്നു. നിലവിലിപ്പോൾ താരം ട്രെയിനിങ് എല്ലാം നടത്തുന്നതിന്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഡ്യൂറന്റ് കപ്പ് സ്ക്വാഡിൽ പ്രബീർ ദാസിന് സ്ഥാനമില്ല. താരം ഒരുപക്ഷെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഈ ഒരു വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.